ഇങ്ങനെ പിന്നെങ്ങനെ ഡൊണാൾഡ് ട്രംപ് വിവേക് രാമസ്വാമിനെ ശരിക്കും ഒതുക്കി, അല്ലെങ്കിൽ മണിച്ചിത്ര താഴിട്ട് പൂട്ടി. നമസ്കാരം, ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ സ്വാഗതം. നമ്മളെല്ലാവരും വിവേക് രാമസ്വാമിനെ ഡൊണാൾഡ് ട്രംപ് ഡോഷിൽ അപ്പോയിന്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് വലിയ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സങ്കടമാണ്. ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വിവേക് രാമസ്വാമിക്ക് ട്രംപ് ഒരു പ്ലം റോൾ കൊടുക്കില്ല എന്ന്. ആ വീഡിയോ ഇതിന്റെ അവസാനം ഞാൻ ലിങ്ക് ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതിൽ ഞാൻ എന്തുകൊണ്ട് അദ്ദേഹം കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ ആ അനാലിസിസ് സെറ്റ് ആവണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. കാരണം എനിക്ക് വിവേക് രാമസ്വാമിനെ ഒരുപാട് താല്പര്യമാണ്. ഈസ് എ വെരി യങ് ഗൈ. ആളുടെ അച്ചീവ്മെന്റ് ഭയങ്കര ഹൈ ആണ്. ആള് $500 million വർത്ത് ഓഫ് അസറ്റ്സ് തന്നെ ഉണ്ട്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. എന്ന് മാത്രമല്ല, പുള്ളി ഈസ് റിയലി ട്രൂലി എ ലീഡർ. ആളുടെ എഫിഷ്യൻസി ഈസ് ബിയോണ്ട് എനിത്തിങ് എൽസ്. മീഡിയ നമ്മൾ തുറന്നു നോക്കിയാൽ നമ്മൾ കാണുന്ന ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വിവേക് രാമസ്വാമിക്ക് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു റോൾ കൊടുക്കുന്നതാണ്. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കണം. കാരണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം വിവേക് രാമസ്വാമിക്ക് നല്ലൊരു റോൾ വേണമെന്നാണ്. അപ്പം നമ്മൾ കഴിയുന്നതും നമുക്ക് ഈ പൊട്ട ന്യൂസ് കേൾക്കാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഷട്ട് ഓഫ് ചെയ്യാൻ നോക്കും. ഞാൻ പറയുന്നത് ക്ഷമയോട് കേട്ടിട്ട് നിങ്ങളൊന്ന് തീരുമാനിക്കും ഞാൻ പറയുന്നതിൽ എന്ത് അർത്ഥമുണ്ടോ ഇല്ല എന്നുള്ളത്. ഞാനിന്ന് 3 കാര്യങ്ങൾ ഇതിൽ നോക്കാൻ പോകുന്നത്. 1, ഡൊണാൾഡ് ട്രംപ് ഇഷ്യൂ ചെയ്ത സ്റ്റേറ്റ്മെന്റ്. 2, വിവേക് രാമസ്വാമിയും ഇലോൺ മസ്കും തമ്മിലുള്ള വ്യത്യാസം. 3, എന്തുകൊണ്ട് വിവേക് രാമസ്വാമിക്ക് ഇതിൽ താല്പര്യമില്ല ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടു നോക്കൂ. Trump says, I am pleased to announce that the great Elon Musk, working in conjunction with American patriot Vivek Ramaswamy, will lead the Department of Government Efficiency, DOGE. നിങ്ങൾ കേട്ടല്ലോ, ഇലോൺ മസ്ക് ഇൻ കൺജങ്ഷൻ വിത്ത് വിവേക് രാമസ്വാമി വിൽ ലീഡ്. ഹു വിൽ ലീഡ്? ഇലോൺ മസ്ക് വിൽ ലീഡ്. വളരെ ക്ലിയർ ആണ്, ഒരു സംശയമില്ല ആരാ ലീഡ് ചെയ്യുന്നുള്ളതിന്. പിന്നെ ഈ ഡോഷ് എന്ന് പറയുന്നത് ഇലോൺ മസ്കിന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് ആണ്. ഡോഷ് കോയിൻ എന്നുള്ള ക്രിപ്റ്റോ കറൻസി. അതിനോടൊപ്പം ഒരു മീം മാതിരി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് ഇലോൺ മസ്ക് ഒരു മാസം മുമ്പ് തന്നെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു മാസം, എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പ് പറയുന്നുണ്ട്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. So if you do choose to be the head of the Department of Government Efficiency? Yeah, Doge. Yep. I also asked the press secretary about Trump vowing to name Elon Musk the head of a new government efficiency commission. Elon Musk posted, it's kind of like a meme, the DOGE, and now he's saying that, oh, if Trump gets elected, he's going to have a position in the government called the Department of Government Efficiency. അദ്ദേഹം കുറെ നാളായി പറയുന്നത്, അദ്ദേഹം ലീഡ് ചെയ്യാൻ പോകുന്നതാണ്. അത് ഇലോൺ മസ്കിന്റെ പ്രോജക്റ്റ് ആണ്, വിവേക് രാമസ്വാമിയുടെ പ്രോജക്റ്റ് അല്ല. അദ്ദേഹമാണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പൊ ചിലർ പറയുന്നത് 2 ഒരുമിച്ചാണ്. ഞാനൊരു സിമ്പിൾ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഏതെങ്കിലും കമ്പനിയിൽ 2 ആൾക്കാർ ഫിനാൻസ് ഡയറക്ടർ എന്ന് പറയൂ? ഒരു ഫിനാൻസ് ഡയറക്ടർ, അല്ലെങ്കിൽ 2 ആൾക്കാർ സെയിൽസ്. ആരാ സെയിൽസ് ടീം? അവർ 2 ആൾക്കാരെന്ന് പറയൂ? ഇല്ല. ദർ ഇസ് 1 സെയിൽസ് ഡയറക്ടർ, ദർ ബി അസിസ്റ്റന്റ് ഡയറക്ടർ, ബട്ട് ദർ ഇസ് ഓൾവേസ് 1 പേഴ്സൺ ഹു ഇസ് റെസ്പോൺസിബിൾ. അതേമാതിരി തന്നെ ഇവിടെയും ഒരാൾക്ക് റെസ്പോൺസിബിൾ ആവാൻ പറ്റുള്ളൂ, 2 ആൾ റെസ്പോൺസിബിൾ അല്ല. 2 ആൾ ചെയ്യുന്ന ഒരു കാര്യം, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഈസ് നോബഡീസ് റെസ്പോൺസിബിലിറ്റി. അതാണ് പുലിവാല്. ഇവിടെ ക്ലിയർ ആയിട്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇലോൺ മസ്ക് ഇസ് ലീഡിങ്. പിന്നെ 2 കാര്യങ്ങളുണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഇലോൺ മസ്കിന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഡോഷ്. ട്രംപ് ജയിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും, ഞാൻ $2 trillion കട്ട് ചെയ്യും. ഇതിപ്പോഴല്ല, എലക്ഷൻ ജയിക്കാനായിട്ട് മുമ്പ് ഇലോൺ മസ്ക് പറഞ്ഞ കാര്യമാണ്. എന്നാൽ വിവേക് രാമസ്വാമിക്ക് എന്നും ഗവൺമെന്റിൽ വേണമെന്ന് ആഗ്രഹം. ഇലോൺ മസ്കിന് ഗവൺമെന്റിൽ വേണ്ട. ആൾ പറഞ്ഞു ഞാൻ പുറമേ നിന്ന് അസിസ്റ്റ് ചെയ്തിട്ട് $2 trillion ഗവൺമെന്റ് സ്പെൻഡിങ് കട്ട് ചെയ്യുന്ന ഇലോൺ മസ്ക് പറഞ്ഞത്. എന്നാൽ വിവേക് രാമസ്വാമി പറഞ്ഞത് അദ്ദേഹത്തിന് ഗവൺമെന്റിന്റെ പാട്ടാവണമെന്നാണ്. നിങ്ങൾ ഇനി സ്റ്റേറ്റ്മെന്റിന്റെ അടുത്ത ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. The Department of Government Efficiency will provide advice and guidance from outside of government. Department of Government Efficiency will provide advice and guidance from outside the government. ഗവൺമെന്റിന്റെ ഭാഗമല്ല, ഔട്ട്സൈഡ് ദ ഗവൺമെന്റ്. അപ്പൊ വിവേക് രാമസ്വാമിയുടെ ആഗ്രഹം ടു ബി ഇൻ ദ ഗവൺമെന്റ് നടക്കുന്നില്ല. ഹീസ് ഔട്ട്സൈഡ് ദ ഗവൺമെന്റ്, ഹീസ് എ കൺസൾട്ടന്റ്. ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് ക്യാബിനറ്റ് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, സെക്രട്ടറി ഓഫ് ഡിഫൻസ്, ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ്. ഇതൊക്കെ അപ്പോയിന്റ് ചെയ്താലും സെനറ്റിന്റെ അപ്രൂവൽ വേണം അപ്പോയിന്റ്മെന്റ് കിട്ടാനായിട്ട്. സെനറ്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ അവർക്ക് ആ പോസ്റ്റ് കിട്ടുള്ളൂ. എന്നാൽ ഈ ഡോജ് ഒരു കൺസൾട്ടന്റ് ആയതുകൊണ്ട് സെനറ്റിന്റെ അപ്രൂവലിന്റെ ആവശ്യമില്ല. അതൊരു എക്സ്റ്റേണൽ ബിസിനസ് കൺസൾട്ടന്റിനെ കൊണ്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്.
അപ്പൊ അവരുടെ ജോലി എന്താണ്? ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യലാണ്. അവർക്ക് യാതൊരു അതോറിറ്റി ഇല്ല. നിങ്ങൾ ഈ ഫോക്സ് ന്യൂസിലൊന്ന് ന്യൂസ് ഒന്ന് കേട്ട് നോക്കൂ. Trump said the new department will be advising from the outside of the government. So that suggests that they won't really have any power to make the cuts, but they will be able to advise the White House. കണ്ടോ, അവർ പറയുന്നത് കേട്ടോ? അതായത് അതോറിറ്റി ഇല്ല, അഡ്വൈസ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു വിവേക് രാമസ്വാമി പാർട്ട് ഓഫ് ദ ഗവൺമെന്റ്. അല്ല, പാർട്ട് ഓഫ് ദ ഗവൺമെന്റ് അല്ല. ഹീസ് പുട്ട് ഇൻ എ റോൾ വേർ ഹി ഹാസ് നോ അതോറിറ്റി. ഹി ഈസ് അബ്സല്യൂട്ട്ലി പവർലെസ്. ഇനി ഇലക്ഷന് മുമ്പ് ട്രംപിന്റെ കൂടെ സ്ട്രോങ് ആയിട്ട് 5 ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് RFK ജൂനിയർ. അദ്ദേഹത്തിന് ട്രംപ് മേക്ക് അമേരിക്ക ഹെൽത്തി അഗെയിൻ എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു, പാർട്ട് ഓഫ് ദ ഗവൺമെന്റ്. രണ്ടാമത് തുളസി ഗബാർഡ്, ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ്. മൂന്നാമത് JD വാൻസ്, വൈസ് പ്രസിഡന്റ് ആണ്. നാലാമത് ഇലോൺ മസ്ക്, ഹെഡിങ് ഡോഷ്. അതാണ് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് ഗവൺമെന്റ് റോൾ വേണ്ട. അഞ്ചാമത് വരുന്നത് ആരാണ്? വിവേക് രാമസ്വാമി. അദ്ദേഹത്തിന് റോളില്ല. അദ്ദേഹം ഇലോൺ മസ്കിനെ അസിസ്റ്റ് ചെയ്യാണ്, ഇൻ കൺജങ്ഷൻ വിത്ത് ഇലോൺ മസ്ക്. ഇനി അതിനും പുറമെ നിങ്ങൾ ഈ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. Their work will conclude no later than July 4th, 2026. Their work will conclude no later than July 4th, 2026. അതായത് ഈ കൺസൾട്ടൻസി ജൂലൈ 4th, 2026, ഒരു 1.5 കൊല്ലത്തിനുള്ളിൽ ഇതിന്റെ പണി കഴിഞ്ഞു. വിവേക് രാമസ്വാമിയുടെ പണി കഴിഞ്ഞു, വേറെ പണിയില്ല. അത് കഴിഞ്ഞാൽ റോൾ ഉണ്ടോ ഇല്ലയെന്നൊക്കെ ട്രംപിന്റെ മേഴ്സിയാണ്. ഇത് എന്തുകൊണ്ടാണ് ട്രംപ് ഇത് ചെയ്തത്? കാരണം വിവേക് രാമസ്വാമിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവേക് രാമസ്വാമിക്ക് ട്രംപ് ഗവൺമെന്റിൽ ഒരു റോൾ കൊടുത്തില്ലെങ്കിൽ പാർട്ടിയിലെ ആൾക്കാർക്ക് വിഷമം വരും. ട്രംപ് സ്മാർട്ടായിട്ട്, വെരി സ്മാർട്ട്, വിവേക് രാമസ്വാമിക്ക് റോൾ കൊടുത്തു പുറമേക്ക്. എന്നാൽ ആൾക്കാർ അറിയുന്നില്ല അത് ഗവൺമെന്റ് റോൾ അല്ല എന്നുള്ളത്. ഒരു കൊല്ലം കഴിയുമ്പോൾ ആൾക്കാർ മറക്കും. അപ്പോഴേക്കും ഗവൺമെന്റ് പൊസിഷൻസ് ഒക്കെ ഫില്ലായി കഴിഞ്ഞു. വിവേക് രാമസ്വാമിക്ക് വേറെ റോൾ ഉണ്ടായിരിക്കില്ല. ട്രംപിന് ഒരു പ്രോബ്ലം ഇല്ല. ട്രംപ് has played a very smooth game, very smooth. വിവേക് രാമസ്വാമിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടെയുള്ള എല്ലാവർക്കും നല്ല റോൾ കിട്ടി. വിവേക് രാമസ്വാമി മാത്രമാണ് ഇങ്ങനെ ഒരു കൺസൾട്ടന്റ് റോളിൽ വന്ന് പെട്ടുപോയത്. അദ്ദേഹത്തിന് ഒരു നിവൃത്തിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിവേക് രാമസ്വാമി കച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മദ്രിച്ചിട്ട് തുപ്പാനും പറ്റാത്തൊരു നിലയിലാണ്. കാരണം അദ്ദേഹം എന്താ പറയുക പോയിട്ട്, എനിക്കിത് പറ്റില്ല. ജസ്റ്റ് പുട്ട് യുവർ സെൽഫ് ഇൻ വിവേക് രാമസ്വാമി ഷൂ ഫോർ എ സെക്കൻഡ് ആൻഡ് തിങ്ക് ഹൗ വിൽ യു റിയാക്ട്. നിങ്ങളൊന്ന് ആലോചിക്കൂ. ഈ വിവേക് രാമസ്വാമി കംസ് ഔട്ട് നൗ എന്നിട്ട് പറയാണ്, അല്ലെ എനിക്ക് റോള് പറ്റില്ല കേട്ടോ, ഇത് ഞാൻ അങ്ങനെ ചെറിയ ആളൊന്നല്ല. അപ്പൊ നമ്മൾ പറയേ, നിങ്ങൾ എന്താ പറയുന്നത്? വിവേക് രാമസ്വാമിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ആളെ ട്രംപ് ശരിക്കും പൂട്ടി. കാരണം വിവേക് രാമസ്വാമി എന്ത് പറഞ്ഞാലും അത് മോശമാവും. എടുത്തില്ലെങ്കിലും മോശമാണ്, എടുത്താലും മോശമാണ്. പറഞ്ഞില്ലേ, കച്ചിട്ട് ഇറക്കാനും പറ്റില്ല, പതിർത്തിട്ട് തുപ്പാനും പറ്റില്ല. ഡോണ്ട് ഗെറ്റ് മീ റോങ്, വിവേക് രാമസ്വാമി ഈസ് വെരി സ്മാർട്ട്. ഹി മൈറ്റ് ഫൈൻഡ് എ വേ ഔട്ട്. വിവേക് രാമസ്വാമി കൊണ്ട് എവിടെന്തെങ്കിലും തഴഞ്ഞു കയറി മുകളിലേക്ക് പൊന്തി വരും. ഞാൻ എന്റെ ഫിംഗേഴ്സ് ക്രോസ് ചെയ്ത് പിടിക്കുകയാണ്. പക്ഷേ അറ്റ് ദ മൊമെന്റ് ആസ് യു ലുക്ക് അറ്റ് ഇറ്റ്, ജൂലൈ 4th, 2026 വിവേക് രാമസ്വാമിയുടെ പണി തെറിച്ചു. പിന്നെ അദ്ദേഹത്തിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള റോൾ ഇല്ല ഗവൺമെന്റ് പ്ലേ ചെയ്യാനായിട്ട്. Do you see where I'm coming from? ഇനി നമുക്ക് ഇലോൺ മസ്കും വിവേക് രാമസ്വാമിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇലോൺ മസ്കിന്റെ IQ is extremely high. എന്തൊക്കെ ചെയ്യുന്ന പുള്ളി? ഇലക്ട്രിക് കാർസ്, മാസിലേക്ക് ആള് വിടുന്നു, റോക്കറ്റ് വിടുന്നു. പുള്ളി നമ്മുടെ ലൈഫ് ടൈം കണ്ട ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ആളാണ്. പുള്ളിനെ പറ്റിക്കാൻ ആരുമില്ല. ബ്രെയിനി ചാപ്പ്, ദാറ്റ് ഇസ് IQ. എന്നാൽ ഒരു പൊളിറ്റീഷ്യൻ ആവാനായിട്ട് EQ ആവശ്യമാണ്, ഇമോഷണൽ കോഷ്യന്റ്. അത് കൂടുതൽ വിവേക് രാമസ്വാമിക്കാണ്. നിങ്ങൾ ഇലോൺ മസ്കിന്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ, അദ്ദേഹം ചെറിയ കുട്ടികളുടെ മാതിരി കിടന്ന് ചാടുകയാണ്. ഡു യു തിങ്ക് അങ്ങനത്തെ ഒരാൾക്ക് പൊളിറ്റിക്കലി ഒരു ലീഡർ ആവാൻ പറ്റും എന്നുള്ളത്? ഹി ഡസന്റ് ഹാവ് എനി പൊളിറ്റിക്കൽ ആംബിഷൻ. അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞു പുള്ളി കൺസൾട്ടന്റ് ആവാന്ന്. സോ ഹീസ് ഹാപ്പി ആൾക്ക് കിട്ടിയ റെസ്പോൺസിബിലിറ്റി വെച്ചിട്ട്. ഇനി രണ്ടാമത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ജോർഡൻ പീറ്റേഴ്സൺ ഇലോൺ മസ്കിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. It wasn't explained to me that puberty blockers are actually just sterilization drugs. So I lost my son essentially. So they call it dead naming for a reason. Yeah, all right. So the reason it's called dead naming is because your son is dead.
So my son Xavier is dead, killed by the woke mind virus. I'm sorry to hear that. Yeah. I can't imagine what that would be like. അദ്ദേഹം പറയുന്നത് കേട്ടോ, അദ്ദേഹത്തിന്റെ മോൻ പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് എടുത്തിട്ട് ആൺകുട്ടിയിൽ നിന്ന് പെൺകുട്ടിയായിട്ട് ട്രാൻസിഷൻ ചെയ്തു. അത് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ പുള്ളിക്ക് അറിഞ്ഞിട്ട് പോലും ഇല്ല. സ്വന്തം മക്കളെ മനസ്സിലാക്കാനുള്ള ഇമോഷണൽ ക്വസ്റ്റ്യന്റ് പോലും ഇലോൺ മസ്കിന് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. വെരി സാഡ്. ഐ ഫീൽ ഫോർ ഹിം. പക്ഷെ ദാറ്റ്സ് എ റിയാലിറ്റി. ഹിസ് EQ is very less. At the same time, വിവേക് രാമസ്വാമിയുടെ ഫസ്റ്റ് പ്രസിഡൻഷ്യൽ ഡിബേറ്റിലെ ഒരു ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ. Why should you be the nominee and not the former president? I think there's something deeper going on in the Republican Party here, and I am upset about what happened last night. We've become a party of losers at the end of the day. It was a cancer in the Republican establishment. Let's speak the truth. I mean, since Ronna McDaniel took over as chairwoman of the RNC in 2017, we have lost 2018, 2020, 2022, no red wave that never came. We got trounced last night in 2023. And I think that we have to have accountability in our party. For that matter, Ron, if you want to come on stage tonight, you want to look the GOP voters in the eye and tell them you resign, I will yield my time to you. And frankly, look, the people there cheering for losing in the Republican Party. Think about who's moderating this debate. This should be Tucker Carlson, Joe Rogan, and Elon Musk. We'd have 10 times the viewership, asking questions that GOP primary voters actually care about and bringing more people into our party. You think the Democrats, I mean, we've got Kristen Welker here. You think the Democrats would actually hire Greg Gutfeld to host a Democratic debate? They wouldn't do it. And so the fact of the matter is, I mean, Kristen, I'm going to use this time because this is actually about you in the media and the corrupt media establishment. Ask you, the Trump-Russia collusion hoax that you pushed on this network for years, was that real or was that Hillary Clinton made up disinformation? Answer the question. Go. Mr. Roberts. This is how we get our country back. We need accountability because this media rigged the 2016 election. They rigged the 2020 election with the Hunter Biden laptop story. And they're going to rig this election. Your time is up. ഇത് അദ്ദേഹം പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ചെയ്ത സ്പീച്ചാണ്. എന്താ അദ്ദേഹം പറയണമെന്ന് അറിയോ? റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചെയർ വുമനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൊലിരിഞ്ഞ് ഷി ഹാഡ് ടു റിസൈൻ. അവർ പോസ്റ്റ് രാജിവെച്ച് പോകേണ്ടി വന്നു. ഒന്നും അറിയാണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ കയറി വന്ന ഒരു പയ്യൻ മൂത്ത് നോക്കിയിട്ട് കാര്യം കൃത്യമായിട്ട് പറയുന്നത്. ആർക്കും എതിർക്കാൻ പറ്റുന്നില്ല. കൈയടിക്കുന്ന ആൾക്കാര്. നിങ്ങൾ കേട്ടോ? നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കൂ. ആൾക്കാർ കൈയടിക്കാണ്. വിവേക് രാമസ്വാമി അങ്ങനെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഹീറോ ആയത്. ഈ ഒരു സ്പീച്ച് ഭയങ്കരമായിരുന്നു. നിങ്ങൾ ആരും കേട്ടിട്ടില്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രൈമറീസിന്റെ ഡിബേറ്റ് ഒന്ന് പോയി നിങ്ങൾ കേൾക്കണം. ആദ്യത്തെ ഡിബേറ്റ്. ആ ഡിബേറ്റിലാണ് വിവേക് രാമസ്വാമി ആരാന്ന് അമേരിക്കക്കാർക്ക് മനസ്സിലായത്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. I also want to close with one message to the Democrat Party. End this farce that Joe Biden is going to be your nominee. We know he's not even the president of the United States. He's a puppet for the managerial class. So have the guts to step up and be honest about who you're actually going to put up so we can have an honest debate. Biden should step aside, end his candidacy now so we can see whether it's Newsom or Michelle Obama or whoever else. Right, just tell us the truth so we can have an honest debate. നിങ്ങൾ കണ്ടില്ലേ? വിവേക് രാമസ്വാമി ഒരു കൊല്ലം മുമ്പ് ഡെമോക്രാറ്റ് പാർട്ടിയോട് പറഞ്ഞു, നിങ്ങൾ പറയൂ ആരാണ് ശരിക്കുള്ള കാൻഡിഡേറ്റ്, ബൈഡൻ അല്ല. ഇത് ഒറ്റ കൊല്ലം മുമ്പ്. അത്ര ക്ലിയർ വിഷനാണ് വിവേക് രാമസ്വാമിക്ക്. അദ്ദേഹം ക്ലിയർ കട്ടായിട്ട് വേറെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒറ്റ കൊല്ലം മുമ്പ് പുള്ളി പറഞ്ഞു ബൈഡൻ ആയിരിക്കില്ല കാൻഡിഡേറ്റ്, നിങ്ങൾ പറയൂ ആരായിരിക്കും ശരിക്കുള്ള പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്, ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് ഡിബേറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ആളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഈസ് അൺബിലീവബിൾ. ഒരാൾക്കുമില്ല. ഹി ക്യാൻ തിങ്ക് ഓൺ ഹിസ് ഫീറ്റ് മോർ ദൻ എനിബഡി എൽസ് ഐ നോ. അങ്ങനത്തെ ഒരു ലീഡറെയാണ് ട്രംപ് കൊണ്ടുപോയി പുറത്തിട്ടുള്ളത്. എന്നിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ ആരുടെ അടുത്താണ്? ഇലോൺ മസ്കിന്റെ അടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറ്റ് വിൽ ബി എ പെയിൻ ഫോർ വിവേക് രാമസ്വാമി ടു റിപ്പോർട്ട് ടു ഇലോൺ മസ്ക്. പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ മുഴുവൻ വിവേക് രാമസ്വാമിക്കും വാങ്ങാൻ പറ്റും. ഹീസ് ലോഡഡ് വിത്ത് മണി. പൈസ ഒരു പ്രശ്നമല്ല അദ്ദേഹത്തിന് പാർട്ട് ഓഫ് ദ ഗവൺമെന്റ് ആവണം. ദാറ്റ് ഈസ് ബീങ് ഡിനൈഡ്. See, I want all of us to be aware of it. നമുക്കിത് അറിഞ്ഞിരിക്കണം. നമ്മളെ ഈ മീഡിയ പൊട്ടന്മാരാക്കാൻ പാടില്ല. ഡൊണാൾഡ് ട്രംപ് നമ്മളെ പൊട്ടനാക്കാൻ പാടില്ല. അദ്ദേഹം നമ്മളെ പൊട്ടനാക്കാണ്. എന്നാൽ വിവേക് രാമസ്വാമിക്ക് ഇത് പറയാനും സാധിക്കില്ല. കാരണം പറഞ്ഞാൽ അദ്ദേഹം മോശമാവും. വി മസ്റ്റ് നോ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ വിവേക് രാമസ്വാമിക്ക് ഇതുകൊണ്ട് സന്തോഷമായില്ല എന്ന് പറയാൻ കാരണം ട്രംപ് ഇപ്പോൾ ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, സെക്രട്ടറി ഓഫ് ഡിഫൻസ്, ഇപ്പോൾ തുളസി ഗബാർഡ്, ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ്. ഇവർക്കൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട്. എന്താണെന്ന് അറിയോ? ഇവരുടെ പേര് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ
വിത്തിൻ ആൻ അവർ അവർ ടി വിയിൽ വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്നൊക്കെയാണ് ടി വിയിൽ പറയുന്നുണ്ടായിരുന്നത്. എന്നാൽ വിവേക് രാമസ്വാമി വാസ് മിസ്സിംഗ് ഇൻ ആക്ഷൻ ഫോർ മോർ ദൻ 24 hours. അദ്ദേഹത്തിന് എവിടെയും കാണാണ്ടായിരുന്നില്ല. അദ്ദേഹം 24 hours ശേഷമാണ് ആദ്യത്തെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. It's going to be the most transparent effort. We're certainly aiming to make this a transparent process so the American people can see how their money is being wasted. So we're all in it on the same team to fix it. I can't wait for Donald Trump to get back in that White House on January 20th. He's given us a broad mandate with his full support to get this done. I'm grateful to him for that. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തെങ്കിലും സന്തോഷം കാണുന്നുണ്ടോ? He has to play along. അതാ പുള്ളി ചെയ്യുന്നത്. നിവൃത്തിയില്ല. Do I make sense? തുളസി ഗബാർഡ് തൊട്ട് ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും അവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ വിത്തിൻ ആൻ അവർ അവരുടെ റെസ്പോൺസ് അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വിവേക് രാമസ്വാമി ഇപ്പോൾ ഓൾമോസ്റ്റ് 48 hours ആയി. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു അപ്ഡേറ്റ് ഇല്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് നോക്കി നോക്കൂ. ഹി ഈസ് നോട്ട് ഹാപ്പി. ലുക്ക് അറ്റ് ഹിസ് ഫേസ്. ഹി ഈസ് നോട്ട് ഹാപ്പി അറ്റ് ഓൾ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. എന്തുകൊണ്ടാണ് ട്രംപ് ഇത് ചെയ്തത് എന്നറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നമസ്കാരം.